Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു ജോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് മാർച്ച് 9 മുതൽ ആരംഭിക്കുകയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിൽ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി നമ്മുടെ ഫസ്റ്റ് എക്സാം ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ്എ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ഇത് നമ്മുടെ പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ ചാപ്റ്ററും പഠിക്കണം, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാളും ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിലെ 5 സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല അസൈൻമെന്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ 58 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കാണാം. നിങ്ങളുടെ സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക, കറക്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടൻസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നമുക്ക് 4 ബ്ലോക്കുകളായിട്ട് റിസർച്ച് മെത്തഡോളജീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് ബ്ലോക്ക് റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് പ്ലാൻ, അതിൽ 4 യൂണിറ്റുകളാണ് വരുന്നത്. സെക്കൻഡ് ബ്ലോക്ക് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി ആണ്, അതിൽ 2 യൂണിറ്റുകളാണ് വരുന്നത്. ദെൻ തേർഡ് ബ്ലോക്ക് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ്, 3 യൂണിറ്റുകൾ വരുന്നു. ദെൻ ലാസ്റ്റ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് പ്രസന്റേഷനിൽ 3 യൂണിറ്റുകൾ വരുന്നു. ഇങ്ങനെ ടോട്ടൽ 12 യൂണിറ്റുകളായിട്ട് നമുക്ക് റിസർച്ച് മെത്തഡോളജി പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് പോണേക്കാളും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാറ്റേൺ ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 8 ചോദ്യങ്ങൾ തരും. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. സോ അങ്ങനെ 5 × 2 10 മാർക്കാണ് പാർട്ട് എയിൽ വരുന്നത്. സോ 2 മാർക്സിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു 3 സെന്റൻസ് മാക്സിമം എഴുതിയാൽ മതി. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മളതിൽ 6 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. 10 എണ്ണത്തിൽ 6 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ 5 × 6 30 മാർക്സ് ആണ് പാർട്ട് ബി വരുന്നത്. ദെൻ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് 4 ചോദ്യങ്ങൾ തരും. അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ പാർട്ട് എയിൽ 10 മാർക്സ്, പാർട്ട് ബിയിൽ 30 മാർക്സ്, അങ്ങനെ 40. ദെൻ ലാസ്റ്റ് 2 essay, ഒരു essayക്ക് 15 മാർക്ക്, അങ്ങനെ 30. ഇങ്ങനെയാണ് ടോട്ടൽ 70 മാർക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളെ എസ്എ ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന എസ്എ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്നത് റിസർച്ച് മെത്തഡോളജിയിൽ ഒരു 2-3 ടോപ്പിക്സുകളുണ്ട്. അതിൽ ലാസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് റൈറ്റിംഗ്, ഇതിൽ നിന്ന് നമ്മളൊരു എസ്എ കമ്പൽസറി ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. റിസർച്ച് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ്. നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പഠിച്ചു പോകേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 4 റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്തായാലും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ 2 സാമ്പിളിങ്ങിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഈസിയസ്റ്റുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സാമ്പിളിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് റിപ്പീറ്റ് ആണ് എസ്എക്ക്. അതുപോലെ തന്നെ 2 മാർക്സ് 5 മാർക്സ് 3 പാർട്ടിലും പ്രതീക്ഷിക്കാം നമുക്ക്. ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്. ദെൻ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 2 റിസർച്ച് പ്രോസസ്, ദെൻ യൂണിറ്റ് നമ്പർ 4 റിസർച്ച് പ്രപ്പോസൽ. റിസർച്ച് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ തന്നെ നമ്മുടെ സബ്ജക്റ്റ് മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ബ്ലോക്ക് നമ്പർ 3 സ്കെയിലിംഗ് ടെക്നിക്സ്, മെഷർമെന്റ് ഓഫ് സ്കെയിലിംഗ്, അതുപോലെ തന്നെ ഡാറ്റ കളക്ഷനിലെ സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി സെക്കൻഡറി. അപ്പോൾ 4 essay വരുന്നത് കൊണ്ട് തന്നെ
4 ബ്ലോക്കിൽ നിന്നും നമുക്ക് ഓരോ ടോപ്പിക്കുകൾ പ്രതീക്ഷിക്കാം. അതിൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് എസ് എ നമ്മൾ കണ്ടുവരാറെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. 4 എസ് എ ഉണ്ടല്ലോ, 2 എഴുതിയാൽ മതി. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1 റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് പ്രൊപ്പോസലാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഏരിയ. ബ്ലോക്ക് നമ്പർ 2 നിന്ന് സാമ്പിളിംഗ് ആണ്. ബ്ലോക്ക് നമ്പർ 3 സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി സെക്കൻഡറി, ആ ഒരു ഏരിയയും പിന്നെ സ്കെയിലിംഗ് ടെക്നിക്കും ഉണ്ട്. ബ്ലോക്ക് നമ്പർ 4 നമ്മൾ കണ്ടുവരാറ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. അതിൽ റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയിട്ട് ഇതിൽ 2 എഴുതേണ്ടത്. ദെൻ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ തന്നെയാണ് ഈ സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ നിന്നാണ് 3 പാർട്ടിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ഈ പറഞ്ഞ ചാപ്റ്ററുകളിൽ യൂണിറ്റുകൾ അതിനെ ആദ്യം പഠിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസിലോട്ട് പോയാൽ മതി. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഏരിയയും ഡിസ്കസ് ചെയ്ത് പോകാം. ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റിലുള്ള കാര്യങ്ങളൊക്കെ പറയും. ദെൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ, ഒന്നും പഠിച്ചു കഴിയാത്തവർ, അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് പറഞ്ഞില്ലേ, അത് ആദ്യം പഠിക്കുക. അതിനുശേഷം ടൈമിൻ്റെ ബേസിൽ ബാക്കി നോക്കിയാൽ മതി. അതല്ലാണ്ട് ബുക്ക് എടുത്ത് ഓർഡറിൽ പഠിച്ച് തുടങ്ങരുത്. ആകെ വൃത്തു പോവും, കാര്യമില്ല. അവസാനം എക്സാം കഴിയുമ്പോൾ നമ്മൾ പഠിച്ചൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. സ്മാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം അതല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാനുള്ളൊരു കാര്യം, ഒരു കാരണവശാലും ചാപ്റ്റർ നമ്പർ 1 വെച്ച് നിങ്ങളെ പഠനം ആരംഭിക്കരുത്. അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താ അതെന്ന്. കാരണം ചാപ്റ്റർ നമ്പർ 2 വെച്ചിട്ട് നിങ്ങളെ പഠനം ആരംഭിക്കുക, റിസർച്ച് പ്രോസസ്സ് വെച്ചിട്ട്. വേണമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ട് കൺസെപ്റ്റ് ഓഫ് റിസർച്ച് എന്താണെന്ന് മാത്രം നിങ്ങൾ നോക്കിക്കോ. അതിനുശേഷം നിങ്ങൾ നേരെ പോകേണ്ടത് ചാപ്റ്റർ നമ്പർ 2 ബട്ട് ഞാൻ ചാപ്റ്റർ നമ്പർ 1 നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം പറയാം. അപ്പോൾ 2 മാർക്സിന് റിസർച്ച് എന്താണെന്നുള്ളത് 2 മാർക്സിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഇതിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ടൈപ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ വരുന്ന ആകൊരു ഏരിയ. അപ്പോൾ ഇതിൽ നിന്ന് സാധാരണ 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു ടൈപ്പ് റിസർച്ചിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. ഇപ്പോൾ ബേസിക് റിസർച്ച് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ്, 2 മാർക്സിൻ്റെ ഒരു ചോദ്യം. എക്സ്പ്ലോറട്ടറി റിസർച്ച് എന്താണെന്നുള്ള 2 മാർക്കിന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്, നോക്കി വയ്ക്കാം. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും 1 2 മാർക്കിനും 5 മാർക്കിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ഒരൊറ്റ കണ്ടന്റാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതിലേതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടൈപ്പ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൈപ്സ് ഓഫ് റിസർച്ച് ഓൺ ദി ബേസിസ് ഓഫ് മെത്തേഡ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിൻ്റെ വന്നൊരു ചോദ്യമാണത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ എന്താണ് ടൈപ്പ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ടൈപ്സ് ഓൺ ദി ബേസിസ് ഓഫ് മെത്തേഡ് ഉണ്ട്, പിന്നെ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറൈസേഷൻ ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 2 മാർക്കിൻ്റെ ഇതിലേതെങ്കിലും ഒരെണ്ണവും പ്രതീക്ഷിക്കാം. എന്ത്, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവോ അല്ലെങ്കിൽ എക്സ്പ്ലോറട്ടറി റിസർച്ച് എന്താണെന്നോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ തുടക്കത്തിൽ ഇത് പഠിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടൻസ് കുറച്ച് ടെക്നിക്കൽ ഏരിയ, ഡെപ്തിൽ ചിലപ്പോൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റുകളാണ്. തുടക്കത്തിൽ നമ്മളിത് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റിനോടുള്ള താല്പര്യം അവിടെ കുറയും. അപ്പോൾ എന്താണ് റിസർച്ച് എന്ന് നോക്കിയിട്ട് നേരെ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പ്രത്യേകത, സെക്കൻഡ് യൂണിറ്റിൻ്റെ പ്രത്യേകത, അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് മുഴുവനായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അത് 5 മാർക്കിലോ എസ്സേക്കോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ടോപ്പിക്ക് പഠിച്ചാൽ, സെക്കൻഡ് യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് മെത്തഡോളജീനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു റിസർച്ചിനെ പറ്റിയിട്ടും പിന്നെ ഈ ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെയിലും ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ താഴെ അപ്രോച്ചസ് അങ്ങനെ റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്കിലും ആണെങ്കിൽ ഡിഡക്റ്റീവ് എന്താണ്, ഇൻഡക്റ്റീവ് എന്താണെന്നുള്ളത് ചോദിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ, പുതിയ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെയാണ് വരാമെന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇതുവരെ ഉള്ളതിൻ്റെ ബേസിലാണ് ഈ ഒരു സജഷൻ തരുന്നത്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് ആണ് നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നോക്കാമെന്ന് മാത്രം ഞാൻ മെയിൻ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു.
ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, കാരണം ഇത് പഠിച്ച ഈ സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് എന്താണെന്നുള്ളത് 5 മാർക്കിൻ്റെ നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, ഇത് പഠിച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും സെപ്പറേറ്റ് 2 മാർക്സിൻ്റെയും പ്രതീക്ഷിക്കാം. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റിസർച്ച് ഡിസൈൻ, അതിന് വരും ചാപ്റ്റർ ഉണ്ട്. റിസർച്ച് പ്രോബ്ലം സെപ്പറേറ്റ് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. അനാലിസിസ് ഓഫ് ഡാറ്റ, ഹൈപ്പോത്തസിസ്, ഇതൊക്കെ നമുക്ക് വരും ചാപ്റ്ററുകൾ. ഈ റിസർച്ച് പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി വരും ചാപ്റ്ററുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിൽ ഈ റിസർച്ച് പ്രോസസ്സിൻ്റെ ഉള്ളിൽ തന്നെ അനാലിസിസ് ഓഫ് ഡാറ്റയിൽ എഡിറ്റിംഗ്, കോഡിങ്, ടാബുലേഷൻ എന്നൊക്കെ കാണാൻ സാധിക്കും. ഇത് 2 മാർക്കിൻ്റെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഹൈപ്പോത്തസിസ് 2 മാർക്കിൻ്റെ സെപ്പറേറ്റ്. നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, ഇതൊക്കെ 2 മാർക്സിൻ്റെ സെപ്പറേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീണ്ടും ഇത് കഴിഞ്ഞാൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ റിസർച്ചിൻ്റെ പ്രോസസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ദെൻ റിസർച്ച് പ്രോസസ്സിൻ്റെ ഉള്ളിൽ ലിറ്ററേച്ചർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. പിന്നെ ഈ അതിൻ്റെ ഉള്ളിൽ തന്നെ റിസർച്ച് പ്രോബ്ലം ഉണ്ട്, എന്നാലും പ്രോസസ്സിൻ്റെ അടിയിൽ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ഒരു ടോപ്പിക് കാണാം. എന്താണ് റിസർച്ച് പ്രോബ്ലം, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ വരാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയിട്ടുള്ള കാര്യം പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണ്, 2 മാർക്കിൻ്റെ വരാറുണ്ട്. പിന്നെ ഹൈപ്പോത്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. എന്താണ് ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്, സിമ്പിൾ, കോംപ്ലക്സ്, ഇതിൻ്റെ കൺസെപ്റ്റ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 2 റിസർച്ച് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ നിന്ന് റിസർച്ച് പ്രോസസ്സ് എന്താണെന്നുള്ളത് SAQ 5 മാർക്കിനാണ് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള പല ടോപ്പിക്കുകളും 2 മാർക്കും 5 മാർക്കായിട്ട് വീണ്ടും പ്രതീക്ഷിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഹൈപ്പോത്തസിസ്, റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഈ പറയുന്ന റിസർച്ച് പ്രോസസ്സിൻ്റെ ഉള്ളിലുള്ള ടാബുലേഷൻ, കോഡിങ്, ഇതൊക്കെ വരും ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ബട്ട് ഇതൊക്കെ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട്, ഇതൊക്കെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ പ്രോസസ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് മൊത്തം ഐഡിയ കിട്ടി. റിസർച്ച് ഡിസൈൻ എന്താണ്, അതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ചാപ്റ്റർ റിസർച്ച് ഡിസൈൻ ആണ്. റിസർച്ച് ഡിസൈൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം, കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ, കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിൽ വന്നതാണ്. അപ്പോൾ നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് റിസർച്ച് ഡിസൈൻ, അതിൻ്റെ നീഡ് നിർബന്ധമായും പഠിക്കുക. പിന്നെ റിസർച്ച് ഡിസൈൻ്റെ ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കോ 2 മാർക്കോ പ്രതീക്ഷിക്കാം. അതിലിപ്പോൾ എക്സ്പ്ലോറട്ടറി റിസർച്ച് ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന കൺക്ലൂസീവ് റിസർച്ച് ഡിസൈൻ, ഇതൊക്കെ കൺസെപ്റ്റ് നോക്കുക കേട്ടോ, ഡയഗ്നോസ്റ്റിക് ഒക്കെ ഉണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ 5 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ കൺസെപ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വല്ലാണ്ട് എന്താ പറയുക, എന്താണ് ഇൻഡെപ്തിൽ നിങ്ങൾ പോയി സമയം കളയരുത്, കാരണം കുറച്ച് ടെക്നിക്കൽ ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും എക്സ്പ്ലോറട്ടറി റിസർച്ച് ഡിസൈൻ, കൺക്ലൂസീവ്, ഈ 2 കൺസെപ്റ്റ് മിനിമം നോക്കുക. ഡയഗ്നോസ്റ്റിക് ഉണ്ട് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്താണ്, നീഡ് എന്താണ്, ടൈപ്സിലെ ഈ പറയുന്ന കൺസെപ്റ്റുകൾ നോക്കാൻ ശ്രമിക്കുക. മിനിമം ഡിസൈൻ എന്താണെന്നും അതിൻ്റെ നീഡ് നോക്കുക കേട്ടോ. പിന്നെ എക്സ്പ്ലോറട്ടറി, ദാറ്റ്സ് അബൌട്ട്. എക്സ്പേർട്ട് സർവേ 2 മാർക്സ് ചോദ്യം, കേസ് സ്റ്റഡി 2 മാർക്സ് ചോദ്യം നോക്കേണ്ടതാണ്. അതാണിപ്പോൾ അതിൽ പറയാനുള്ള. ദെൻ മൂവിങ് ടു യൂണിറ്റ് നമ്പർ 4 റിസർച്ച് പ്രപ്പോസൽ. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലെ essay ആയിരുന്നു. റിസർച്ച് പ്രപ്പോസലിൻ്റെ പ്രോസസ്സ് SAക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പം നിർബന്ധമായും പഠിക്കണം. എന്താണ് റിസർച്ച് പ്രപ്പോസൽ 2 മാർക്സിൻ്റെ ചോദ്യത്തിലും. ദെൻ അതിൻ്റെ പ്രോസസ്സ് SAക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ചാപ്റ്ററിൽ അത് മാത്രമേ ഉള്ളൂ, റിസർച്ച് പ്രപ്പോസലിനെ പറ്റിയിട്ടുള്ള കാര്യം. ഈ റിസർച്ച് പ്രപ്പോസലിലുള്ള പല കാര്യങ്ങളും എന്താണ് നമ്മൾ ഡിസൈനിൽ പറഞ്ഞ അല്ലെങ്കിൽ പ്രോസസ്സിൽ മെൻഷൻ ചെയ്ത പല കാര്യങ്ങളും ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ റിസർച്ച് പ്രപ്പോസൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. എന്താണ് റിസർച്ച് പ്രപ്പോസൽ എന്നുള്ളതും പഠിക്കുക. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ബ്ലോക്ക് നമ്പർ 1. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1
റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്ന യൂണിറ്റ് നമ്പർ 2ഉം റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്ന യൂണിറ്റ് നമ്പർ 4നും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഡിസൈൻ, റിസർച്ച് ഡിസൈനും അതുപോലെ തന്നെ നീഡൊക്കെ 2 and 5ലാണ് കണ്ടുവന്നുള്ള ഈ പ്രോസസ്സ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ റിസർച്ച് ഡിസൈൻ ഉണ്ടെന്നേ. പിന്നെ റിസർച്ച് ഡിസൈനിലെ ടൈപ്സിലെ എക്സ്പ്ലോറട്ടറി, കൺക്ലൂസീവ്, അത് എന്താണെന്നുള്ളത് 2 മാർക്സിനും വരാറുണ്ട്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബ്ലോക്ക് നമ്പർ 1ൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ബ്ലോക്ക് നമ്പർ 2, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആണ്. പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി, സാമ്പിളിംഗ് ടെക്നിക്, എസ്സേ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ആയിരുന്നു. സോ ഇതിലെ പോപ്പുലേഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ദെൻ സെൻസസ് എന്താണ്, സാമ്പിളിംഗ് എന്താണ്, സെൻസസും സാമ്പിളിംഗും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ് സെൻസസും സാമ്പിളിംഗും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ, 5 മാർക്സിൻ്റെ ചോദ്യം. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ട് സാമ്പിളിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, ലോ ഓഫ് ഇനേഷ്യോ ഓഫ് ലാർജ് നമ്പേഴ്സ്, 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. അത് സാമ്പിളിങ്ങിൻ്റെ തിയറിയാണ്. പിന്നെ എസ്സേ ടോപ്പിക് എന്ന് പറയുന്നതാണ് സാമ്പിളിംഗ് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്. നിർബന്ധമായും പഠിക്കേണ്ട ഒരു എസ്സേ ടോപ്പിക്കാണ്. 15 മാർക്കിൻ്റെ നമുക്ക് എസ്സേ, അതുമാത്രമല്ല 2 മാർക്സിൻ്റെ ഈ പറയുന്ന സാമ്പിളിംഗ് ടെക്നിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം വരാം. ദെൻ 5 മാർക്കിനും ചോദിക്കാം. ഇപ്പൊ പ്രോബിലിറ്റിയിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, സിസ്റ്റമാറ്റിക്, മൾട്ടി സ്റ്റേജ്, അതിലേതെങ്കിലും 2 മാർക്കിനും ചോദിക്കാം. നോൺ പ്രോബിലിറ്റിയിൽ ക്വാട്ട, സ്നോബോൾ, ജഡ്ജ്മെന്റ്, കൺവീനിയൻസ്, ക്വാട്ടയൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. അപ്പോൾ എസ്സേക്കും പ്രതീക്ഷിക്കാം, 2 മാർക്സിൻ്റെയിലും 5 മാർക്സിൻ്റെയിലും പ്രതീക്ഷിക്കാം. ഈ 5 മാർക്സിൻ്റെ സാമ്പിളിംഗ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, നേരത്തെ പറഞ്ഞ സാമ്പിളിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, അതും എടുത്ത് ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ബ്ലോക്ക് നമ്പർ 2ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പോപ്പുലേഷൻ എന്താണ്, സെൻസസും സാമ്പിളിംഗ് നമ്മളെ ഡിഫറൻസ്, സാമ്പിളിങ്ങിൻ്റെ ഈ 2 കൺസെപ്റ്റുകൾ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സാമ്പിളിംഗ് ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഈ പറഞ്ഞ യൂണിറ്റ് നമ്പർ 5 അല്ലെങ്കിൽ ചാപ്റ്റർ നമ്പർ 5 ആയിട്ട് വരാം, ബ്ലോക്ക് നമ്പർ 2ൽ. ഇനി നെക്സ്റ്റ് വരുന്നത് സാമ്പിൾ സൈസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ അങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സാമ്പിൾ സൈസ് എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സാമ്പിൾ സൈസ് ആണ് 5 മാർക്കിൻ്റെ വന്നാലായി. അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും സാധാരണ ചോദിക്കാറില്ല കേട്ടോ, പ്രോബ്ലമായിട്ട് നമുക്ക് കാണാറില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ 5 മാർക്കിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നടന്നതാണ് കോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ബയാസ്. എറേഴ്സ് ഇൻ സാമ്പിളിങ്ങിൻ്റെ താഴെ കോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ബയാസ് വീണ്ടും ചോദിക്കാമെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് വന്നതാണ്. എന്താണ് സിസ്റ്റമാറ്റിക് ബയാസ്, കോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ബയാസ്. ദെൻ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് സാമ്പിളിംഗ് എറേഴ്സ് എന്താണ്, സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും കൺസെപ്റ്റ്, ഇത് 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് സാമ്പിൾ സൈസ് എന്നുള്ളത് നോക്കുക, പിന്നെ സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ് എറർ നോക്കുക, പിന്നെ സിസ്റ്റമാറ്റിക് ബയാസ് എന്താണ്, ഒപ്റ്റിമൽ സാമ്പിൾ സൈസിൻ്റെ കൺസെപ്റ്റ് നോക്കാം. ഇതൊക്കെ 2 മാർക്കും 5 മാർക്കിലും മാത്രമാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആ കാൽക്കുലേഷൻസ് ഒന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അതൊന്നും അങ്ങനെ കണ്ടുവരാറില്ല കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് സാമ്പിൾ സൈസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം പറഞ്ഞ സാമ്പിളിംഗ് ടെക്നിക്കിൻ്റെ ഏരിയ ആണ്. ഇത് 2 and 5 പറഞ്ഞ് വരാറുള്ള ഏരിയാസ്. ബ്ലോക്ക് നമ്പർ 3 നെക്സ്റ്റ് പോകേണ്ടത്. മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. ഒരു എസ്സേ എന്തായാലും ഇടും ഇതിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എന്താണ്, സ്കെയിലിംഗ് ടെക്നിക്സ് ആണ്. പിന്നെ 2 മാർക്സിലേക്ക് എന്തായാലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്, 5 മാർക്കിലും വരാറുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് ആണ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആദ്യം തന്നെ വാരിയബിൾ എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾ 5 മാർക്കിനും അല്ലെങ്കിൽ എസ്സേക്ക് അടക്കം പ്രതീക്ഷിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ മെഷർമെൻ്റ് ആണ്, വാരിയബിളിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ, അത് റിപ്പീറ്റ് ആണ് 2 മാർക്സിൻ്റെ.
മോഡറേറ്റ് വാരിയബിൾ എന്താണ്, എക്സ്ട്രേനിയസ് വാരിയബിൾ എന്താണ്, അങ്ങനെ വാരിയബിൾ എന്താണെന്നുള്ളത്. പിന്നെ മെഷർമെൻറ്റ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. മെഷർമെൻറ്റ് ഓഫ് സ്കെയിലാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ഇതിൽ. പിന്നെ എറേഴ്സ് ഉണ്ട്. അതിൽ എറേഴ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ സാമ്പിളിങ് നോൺ സാമ്പിളിങ് ആണ്. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ആദ്യത്തെ ഏരിയയിൽ വാരിയബിൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾ, മെഷർമെൻറ്റ് എന്താണ് കൺസെപ്റ്റ്, പിന്നെ ആട്രിബ്യൂട്ട് എന്താണെന്നൊക്കെ 2 മാർക്കിലേക്ക് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്പർ 8 യൂണിറ്റ് നമ്പർ 2 ആണ് ശരിക്കും പറഞ്ഞാൽ എസ്സേക്ക്. സ്കെയിലിംഗ് ടെക്നിക്ക് എന്താണ്, സ്കെയിലിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് ഇതായിരുന്നു, എന്താണ് സ്കെയിലിംഗ് ടെക്നിക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കാം. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ, ഇത് 2 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കാം. എന്താണ് സ്കെയിലിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്സേക്കോ 5 മാർക്കൊക്കെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ എസ്സേ ഇതായിരുന്നു ഒരെണ്ണം. നോമിനൽ എന്താണ്, ഓർഡിനൽ എന്താണ്, ഇൻ്റർവൽ എന്താണ്, റേഷ്യോ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ അത് പഠിക്കുക കേട്ടോ, സ്കെയിലിങ്ങിനെ പറ്റിയിട്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്, അതിൽ ഇലിക്കേർഡ് സ്കെയിൽ എന്താണ്, പിന്നെ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്താണ്, അങ്ങനെ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് 2 മാർക്കിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ആണ്, നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ സ്കെയിലിംഗ് ടെക്നിക്സ് ആണ്. കമ്പാരിറ്റീവ് പല പല തരത്തിലുള്ള സ്കെയിലിംഗ് ടെക്നിക്സ് ഉണ്ട്. പെയ്ഡ് കമ്പാരിസൺ, അതിൽ ഈ ലിക്വിഡ് സ്കെയില് എന്താന്നുള്ള 2 മാർക്കിനിൽ കാണാറുണ്ട്. അപ്പോൾ സ്കെയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസും ഉണ്ട്, പിന്നെ സ്കെയിലിംഗ് ടെക്നിക്സും ഉണ്ട്. രണ്ടും രണ്ടാണ്. ഐ റിപ്പീറ്റ്, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ. ദെൻ എന്താണ് സ്കെയിലിംഗ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അവിടെ കമ്പാരിറ്റീവ് സ്കെയിലിംഗ് ടെക്നിക്സും നോൺ കമ്പാരിറ്റീവ് സ്കെയിലിംഗ് ടെക്നിക്സും ആണ്. അപ്പോൾ നിങ്ങൾ എസ്സേ വരുമ്പോഴേ ഈ ചാപ്റ്ററിൽ നിന്നുള്ള എസ്സേ ഓപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. കൂടുതൽ ഈസി എന്ന് പറയുന്നത് ബാക്കിയുള്ള ടോപ്പിക്ക്, ഇത് കുറച്ചും കൂടിയും ടെക്നിക്കാലിറ്റി കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പ്രിഫറൻസ് ഇതിന് കൊടുത്താൽ മതി. 4 എണ്ണത്തിൽ 2 എണ്ണം എഴുതിയാൽ മതിയല്ലോ. 4 എസ്സേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സ്കെയിലിംഗ് ടെക്നിക്സ് ഒക്കെ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ വളരെ പാടാണ്. അപ്പോൾ എന്നാലും സ്കെയിലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, പിന്നെ സ്കെയിലിംഗ് ടെക്നിക്സിൻ്റെ ടൈപ്സും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ്. ഓക്കെ. പിന്നെ വാലിഡിറ്റി, ഇപ്പോൾ ഗുഡ്നെസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിലാണ് മറ്റൊരു ടോപ്പിക്. അതിൽ റിലയബിലിറ്റി, വാലിഡിറ്റി എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, റിലയബിലിറ്റി എന്താണ്, വാലിഡിറ്റി, കണ്ടന്റ് വാലിഡിറ്റി, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആ അപ്രോച്ച് കൊടുക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് എഴുതി ഫലിപ്പിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് പഠിച്ചാൽ മതി. അത് ഈ പറയുന്ന നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ ഇതൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക. വാലിഡിറ്റി, റിലയബിലിറ്റി അതൊക്കെ പഠിച്ചു വയ്ക്കുക. ലിക്വിഡ് സ്കെയില്, സെമാൻറ്റിക് അതൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് എനിക്ക് ആ ഒരു ഏരിയനെ പറ്റി പറയാനുള്ളത്. പഠിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരണമെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് ഡാറ്റ കളക്ഷനാണ്. ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, അതല്ലാത്തതും ഉണ്ട്. അപ്പോൾ ആദ്യം ഡാറ്റ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. ഈസി ടോപ്പിക് എക്സാമിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, 5 മാർക്കോ എസ് ആയിട്ടൊക്കെ. പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി. അപ്പോൾ എസ് സിക്ക് വരാണെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. അതിൽ പല മെത്തേഡ്സ് ഉണ്ട്. ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് പഠിക്കുക, ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ പല തരത്തിലുള്ള മെത്തേഡ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചും കൂടി ക്വസ്റ്റ്നെയർ, പിന്നെ ഈ ക്വസ്റ്റ്നെയറിൽ തന്നെ ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ് ഇതൊക്കെ എന്താണെന്ന് 2 മാർക്കിൻ്റെ വരാറുണ്ട്. ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് വരാറുണ്ട്. വലിച്ചു വാരി പഠിക്കരുത്. 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ചോദ്യമാണ്. ഈ പറയുന്ന ഷെഡ്യൂളും ക്വസ്റ്റ്നെയറും നമ്മളുടെ ഡിഫറൻസ് 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം. ഇൻ്റർവ്യൂവും അല്ലെങ്കിൽ ഷെഡ്യൂളും ക്വസ്റ്റ്നെയറും നമ്മളുടെ ഡിഫറൻസ്. പിന്നെ പൈലറ്റ് സ്റ്റഡി എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. അതിൻ്റെ യൂസസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി. അതിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക, പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. അതിൽ ഒബ്സർവേഷൻ, ക്വസ്റ്റ്നെയർ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ ഒരു എസ് ചോദിക്കാം. ഒബ്സർവേഷൻ ആണ് ആദ്യത്തെ
ലെങ്തി ആണത്. പിന്നെ ഇൻ്റർവ്യൂ, ക്വസ്റ്റനെയർ, പിന്നെ ഈ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്. 5 മാർക്കിനേൽ പ്രതീക്ഷിക്കാം. അതിലുള്ള പല ഇൻ്റർവ്യൂ ടെക്നിക്സും 2 മാർക്കിനേൽ പ്രതീക്ഷിക്കാം. ഡെപ്ത് ഇൻ്റർവ്യൂ, പിന്നെ ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ, ഇതൊക്കെ 2 മാർക്കിനേൽ. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ 2 മാർക്കിനേൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ സോഴ്സസ് ഓഫ് ഡാറ്റ പ്രൈമറി സെക്കൻഡറി ആണെങ്കിൽ ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഈ കളക്ടിങ് പ്രൈമറി ഡാറ്റ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒബ്സർവേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ, അത് ചോദിക്കുകയാണെങ്കിൽ ഒബ്സർവേഷൻ, അതിനെ പറ്റിയിട്ടൊരു പാരഗ്രാഫ്, കുറച്ച് എക്സ്പ്ലനേഷൻ, പിന്നെ ഇൻ്റർവ്യൂ, ക്വസ്റ്റനെയർ, അങ്ങനെ കൊടുക്കാം. അത് കുറച്ചും കൂടി നല്ലതാണ്. അതല്ലാണ്ട് ഒബ്സർവേഷനെ പറ്റിയിട്ട് മാത്രം, ഈ ക്വസ്റ്റനെയറിനെ പറ്റിയിട്ട് മാത്രം അങ്ങനെ ചോദിക്കുമ്പോഴാണ് പ്രസൻറ്റ് ചെയ്യാൻ പാട്. മിനിമം നിങ്ങളിപ്പോൾ ഒബ്സർവേഷൻ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, ക്വസ്റ്റനെയർ, പിന്നെ ഇൻ്റർവ്യൂ, അതൊക്കെ എന്താണെന്ന് നോക്കുക. ഇൻ്റർവ്യൂ, ഈ പറഞ്ഞ ഷെഡ്യൂളും ക്വസ്റ്റനെയറും നമ്മളുടെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പറഞ്ഞില്ലേ ഞാൻ, ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഇൻ്റർവ്യൂ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ, അതിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ 2 മാർക്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യമാണ്. പൈലറ്റ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിക്കണം. അപ്പോൾ പിന്നെ വേറെ ഒന്നും, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ വലിച്ചു വാരി പഠിക്കാതിരിക്കുക. പ്രീ ടെസ്റ്റിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. പൈലറ്റ് സ്റ്റഡിയാണ് മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള ആ കാര്യങ്ങൾ പഠിക്കുക, പിന്നെ ലാസ്റ്റ് ടൈമിൻ്റെ ബേസിൽ പഠിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിലത്തെ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 10th ചാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് നമ്പർ 4 യൂണിറ്റ് നമ്പർ 1 ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. സോ എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് നോക്കാം. അതിൻ്റെ 6 സ്റ്റേജസ് ആണ് നമുക്കിതിൽ ആദ്യം കാണാൻ സാധിക്കും. നോക്കാം, 5 മാർക്കിൽ വരാറുണ്ട്. പിന്നെ അതിൻ്റെ മെത്തേഡ്സ് ആണ്. ഈ മെത്തേഡ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ പ്രോസസ്സ് സെക്കൻഡ് യൂണിറ്റിൽ കണ്ടിട്ടുള്ള. എഡിറ്റിംഗ് എന്താണ്, ടാബുലേഷൻ എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇതൊക്കെ 2 മാർക്സിൻ്റെയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു സെക്കൻഡ് യൂണിറ്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ആ രീതിയിൽ അതിനെ പ്രയോറിറ്റി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, 2 മാർക്സ് ആണ് കൂടുതൽ. ദാറ്റ്സ് അബൌട്ട് അതിൽ നിന്നുള്ള കാര്യം. ദെൻ 11th എന്താണ് ചാപ്റ്റർ അല്ലെങ്കിൽ യൂണിറ്റ് നമ്പർ 2 ബ്ലോക്ക് നമ്പർ 4 അനാലിസിസ് ഓഫ് ഡാറ്റ. അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻഫറൻഷ്യൽ ഉണ്ട്. 2 മാർക്കിനിൽ വരാറുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, 2 മാർക്ക്. അത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. 2 മാർക്സ് മാത്രം പ്രതീക്ഷിക്കുക, അങ്ങനെ മാത്രം പഠിച്ചാൽ മതി. അതാണ് ആ ഒരു ടോപ്പിക് കേട്ടോ. ദെൻ മൂവിങ് ടു 12th ചാപ്റ്റർ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, എസ്സേ. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ടോപ്പിക് എന്താണ്, റിസർച്ച് റിപ്പോർട്ട്. നിർബന്ധമായും പഠിക്കണം. അതിൻ്റെ സ്റ്റെപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് റിപ്പോർട്ട് ഉണ്ട് നോക്കണം. കണ്ടൻസ് ഓഫ് റിപ്പോർട്ട്, റിസർച്ച് റിപ്പോർട്ട്, ഇതാണ് എസ്സേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഫോമാറ്റ്, അതിൻ്റെ കണ്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട്, അതിൻ്റെ കണ്ടൻസ്, അതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് റെഫറൻസ് എന്താണ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റൈലുണ്ട്. APA, MLA, APA എന്താണ്, ആ സ്റ്റൈൽസ് എന്താണെന്നുള്ളതൊക്കെ നോക്കി വയ്ക്കുക. 2 മാർക്കിൻ്റെ ചോദ്യം പ്ലേജറിസം എന്താണ് നോക്കി വയ്ക്കുക. അപ്പോൾ ഈ പറയുന്ന റിസർച്ച് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലുള്ള കണ്ടൻസ് ഒക്കെ നോക്കേണ്ടതാണ്. പ്ലേജറിസം നോക്കണം, കൺസെപ്റ്റ്, റെഫറൻസ് എന്താണ്, പലതരത്തിലുള്ള സ്റ്റൈൽസ് ഉള്ളത്, APA, MLA, അത് നോക്കി വയ്ക്കുക. സൈറ്റേഷൻ എന്താണ്, കൺസെപ്റ്റ്, അതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ എല്ലാതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മാർക്സ് വേണ്ടവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ഒന്നും കഴിയാത്തവർ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഏരിയാസ് പെറുക്കി പറഞ്ഞിട്ടുണ്ട്. അതാദ്യം പഠിച്ച് അവസാനിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂണിറ്റ് നമ്പർ 2 റിസർച്ച് പ്രോസസ്സ്, അതുപോലെ തന്നെ റിസർച്ച് ഡിസൈനിലെ ബേസിക് കൺസെപ്റ്റ്, റിസർച്ച് ഡിസൈനും അതിൻ്റെ നീഡും, അതൊക്കെ മിനിമം നോക്കുക. പ്രപ്പോസൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സാമ്പിളിങ് ടെക്നിക്ക് നിർബന്ധമായും പഠിക്കുക. പിന്നെ ഈ പറയുന്ന റിസർച്ച് റിപ്പോർട്ടിലെ ലാസ്റ്റ് യൂണിറ്റ് അത് പഠിക്കുക. പിന്നെ ഈ ഡാറ്റ കളക്ഷൻ്റെ ഏരിയ. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ്
മിനിമം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 60%-നേക്കാൾ കൂടുതൽ 65%-നേക്കാൾ കൂടുതലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാനും സാധിക്കും. ഇനി ഓരോ പാർട്ടിലും റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബുക്ക് കയ്യിൽ പിടിച്ച് ഓർഡറിൽ പഠിക്കലല്ല വേണ്ടേ, ഞാൻ പറഞ്ഞ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ സ്ഥാപനം 5 സബ്ജക്ട്സിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.